അപ്പോഴേ നല്ല നാടൻ ചിക്കൻ പാർട്സ് കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് ആവശ്യമായിട്ടുള്ള ചട്ടിയൊക്കെ ഞാനത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഒന്ന് ചതച്ചെടുത്തതാണ്. പിന്നെ 4-5 പച്ചമുളക്, 2 വലിയ സവാള, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ സവാള ഒക്കെ നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 2 വലിയ തക്കാളിയാണ് കേട്ടോ അതിലോട്ട് ചേർത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഒരു 2 മിനിറ്റ് ഇത് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് അത് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ അതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കാശ്മീരി പൗഡർ ആട്ടോ ഞാൻ ചേർക്കുന്നത്. അതൊരു അത്യാവശ്യത്തിന് ചേർക്കുന്നുണ്ട് കളറിന് വേണ്ടിയിട്ട്. പിന്നെ ഇതാ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് വേണ്ടി ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ പാർട്സ് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പാർട്സിൽ തന്നെ അത്യാവശ്യം വെള്ളമുള്ളതുകൊണ്ട് ഞാൻ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കുകയാണ് കേട്ടോ. ഒരു 3-4 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചിട്ട് ഞാൻ പിന്നെ അത് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോഴേക്കിനും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് പാർട്സിൽ കിട്ടുന്ന ആ മുട്ടല്ലേ, അത് നമ്മൾ സെപ്പറേറ്റ് കഴുകി മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആക്കാൻ പറ്റില്ല, ചിലപ്പോൾ ഉടഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതൊന്ന് മെല്ലെ മെല്ലെ ഇങ്ങനെ മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ. ഇത് പെട്ടെന്ന് വന്ന് കിട്ടിക്കോളും. പിന്നെ ഞാനിതാ ചിക്കൻ മസാല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂണോളം ചിക്കൻ മസാല ഞാൻ ചേർത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരത്തിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ അതാ നമ്മുടെ പാർട്സ് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചോറിനും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.